Hello, welcome to all students. We are proudly conducting online classes for 9th, 10th, plus 1, plus 2. Then come to the point. Last time I taught you past perfect, past continuous. Example you have written. Next comes past perfect tense. See, write the formula of past perfect tense. Formula is this: subject plus had plus V3. This is the formula of past perfect tense. Definition is, it denotes, there are two uses. First one is, it is used for long action, long past, for that purpose we can use it. ഏതെങ്കിലും ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള പർപ്പസിന് ഉപയോഗിക്കാം. പിന്നെ ദീർഘമായ പാസ്റ്റിന് വേണ്ടിയും ഇത് ഉപയോഗിക്കാം. സി ഫോർമുല ഈ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇനി സെക്കൻഡ്, ഇനി ടു ആക്ഷൻസ് ഡൺ ഇൻ ദി പാസ്റ്റ്. First action should be used in past perfect, second in past simple. See, in two cases we can use this tense. ഭൂതകാലത്തിൽ പൂർണ്ണമായ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു. And it also we can use for long past. അതിന് ഉപയോഗിക്കാം. ഭൂതകാലത്തിൽ ഒരു പരിപൂർണമായ ഒരു വർക്ക് കഴിഞ്ഞു ഇരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കാം. ദീർഘമായ പാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് നമ്പർ 1. ദി അനദർ സ്റ്റെപ്പ് ഈസ്, ഏതെങ്കിലും രണ്ട് പ്രവൃത്തികൾ ഭൂതകാലത്തിൽ നടന്നാൽ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആക്ഷൻ, ആദ്യത്തെ ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ ആക്ഷൻ പാസ്റ്റ് സിമ്പിളിലും രണ്ട് പാസ്സാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ട് പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നാൽ ആദ്യത്തെ പ്രവൃത്തി ഏതിലുപയോഗിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിലും. രണ്ടാമത്തെ പ്രവൃത്തി പാസ്റ്റ് സിമ്പിളിലും ഉപയോഗിക്കണം. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾസ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് പാസ്റ്റ്. ഇറ്റ് റിമൂവ്സ്, ഇറ്റ് ഡിനോട്ട്, it denotes, that it is used for long past. ഒന്ന് ഇതാദ്യം പഠിക്കാം. അതിനുശേഷം ബി രണ്ടാമത്തത്, എനി ടു ആക്ഷൻസ് ഡൺ ഇൻ ദി പാസ്റ്റ്. ഏതെങ്കിലും രണ്ട് പ്രവൃത്തികൾ ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആക്ഷൻ, ഫസ്റ്റ് ആക്ഷൻ ഷുഡ് ബി യൂസ്ഡ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്, സെക്കൻഡ് ഈസ് ഇൻ പാസ്റ്റ് സിമ്പിൾ. ആദ്യത്തെ നമുക്ക് പഠിക്കാം. എ, ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് it is used for long past. long pastന് വേണ്ടി ഉപയോഗിക്കാം. ഭൂതകാലത്തിൽ പരിപൂർണമായ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു, അതിനു വേണ്ടി ഉപയോഗിക്കും. എന്നിട്ട് ദീർഘമായ പാസ്റ്റിന് വേണ്ടി ആദ്യത്തെ ഉപയോഗിക്കും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾസ്, എനി ആക്ഷൻസ് ഡൺ ഇൻ ദി പാസ്റ്റ്. ഏതെങ്കിലും രണ്ട് പ്രവൃത്തികൾ ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആക്ഷൻ, ആദ്യത്തെ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും
രണ്ടാമത്തത് പാസ്റ്റ് സിമ്പിൾ ഇറ്റ് ഈസ് ദി മോസ്റ്റ് യൂസേജ് വൺ. സി, രണ്ട് പ്രവൃത്തികൾ ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ പാസ്റ്റ് സിമ്പിൾ. ഇത് സെക്കൻഡ് റൂളാണ്. നമുക്ക് ആദ്യം നോക്കാം. ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് പാസ്റ്റ്. ദീർഘമായ പാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. സി, എക്സാമ്പിൾ Rani had cooked the food well before her marriage. Had cooked, it is past perfect order. Rani had cooked the food well before her marriage. അവളുടെ വിവാഹത്തിന് മുമ്പ് അവൾ ആഹാരം നല്ലവണ്ണം പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു. സി, now she is not able to cook well. നല്ലപോലെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ it is mentioned for long past. Had cooked. But in order to make a past perfect, use the formula is subject plus had plus V3. See, they had played cricket. They had played cricket. Had played. അവർ കളിച്ചിരുന്നു ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. They had played cricket. എന്നിട്ട് she had returned poems. അവൾ poems ചെറിയ ചെറിയ പദ്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. had written ഇല്ല എന്നും കൂടി she had written poems. അപ്പോൾ ഇത് ആദ്യത്തെ എക്സാമ്പിളാണ്. എഴുതിക്കോ. While I was in college, I had sung beautiful songs. ഞാൻ കോളേജിലായിരുന്ന സമയത്ത് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. അതിസുന്ദരമാണ്. ബ്യൂട്ടിഫുൾ സോങ്സ്. While I was in college, ഞാൻ കോളേജിലായിരുന്ന സമയത്ത് I had sung beautiful. It is mentioned for long past. ഇത് ലോങ് പാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്.
See, next രണ്ടാമത്തെ പ്രിൻസിപ്പിൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ any two actions done in the past the first action the first action should be used in past verbal. Past verbal. Second in past symbol. This is most important one. See, editing character following this term of tenses. Simple past perfect can be more essential. Correcting sentences. Learn this very seriously. Any two actions are done in the past. The first action should be used in past perfect, second in past simple. Remember this point. It is most important one. For example, say second, according to second principle, I write the example. Say, the patient had died before the doctor arrived. See, arrived and had died. What does it mean? ഇത് എന്താ മീൻ ചെയ്യുന്നത്? ഡോക്ടർ വരുന്നതിന് മുമ്പ് രോഗി മരിക്കുകയുണ്ടായി. ഡോക്ടർ വരുന്നതിന് മുൻപ് അപ്പൊ ഹാഡ് ഡൈഡ് പാസ്റ്റ് ഫോർവേഡ്. ഇത് രണ്ടും നടന്നത് പാസ്റ്റിലാണ്. These two actions are done in past. First action had died. Patient മരിച്ച അതിന് ശേഷമാണ് ആര് വന്ന ഡോക്ടർ. The patient had died before the doctor arrived. See, arrived in past. Arrived എന്ന് പറയുന്നത് tense is a past simple. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കണം, രണ്ടാമത്തെ പാസ്റ്റ് സിമ്പിളിൽ ഉപയോഗിക്കണം. ദാറ്റ് ഈസ് ദി റൂൾ. റിമെമ്പർ ദിസ് പോയിന്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു സ്റ്റേറ്റ്. The patient had died before the doctor arrived. Had died. Had arrived. Had died. That is meant for past perfect. അടുത്ത ആക്ഷൻ നേരാണ്, അറൈവ്ഡ് ആണ്. അപ്പോൾ രോഗി മരിക്കുന്നതിന് മുമ്പ് അല്ല, ഡോക്ടർ വരുന്നതിന് മുമ്പ് അല്ല, രോഗി മരിക്കുകയുണ്ടായി. ഡോക്ടർ വന്നതിന് ശേഷമാണ് അതിനു മുമ്പേ അല്ല മരിക്കുകയുണ്ടായി.
മരിച്ചതിന് ശേഷമാണ് ഡോക്ടർ വന്നത് എന്നുള്ള സെൻസാണ്. അപ്പൊ രണ്ടും ബോത്ത് ആക്ഷൻസ് ഡൺ ഇൻ പാസ്റ്റ് രണ്ടും നടന്ന് അതിനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ദി പേഷ്യന്റ് കാര്യം ഡൈഡ് ബിഫോർ ദി ഡോക്ടർ അറിയില്ല. റിമെമ്പർ ദിസ്. സെക്കൻഡ് എക്സാമ്പിൾ. See, second example. The train had left before we reached there. We reached there and I reached this station. For had left and reached, had left the past perfect, reached the past simple one. Both action done in the past. രണ്ടും ഭൂതകാലത്തിലാണ് നടന്നത്. When we want to repeat it, as repeat ചെയ്യുമ്പോൾ first action should be used in past perfect, second should be in past simple. The train had left before we reached the station. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് സെന്റൻസിന്റെ മീനിങ്. രണ്ട് ആക്ഷനും ഭൂതകാലത്ത് നടന്നതാണ്. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ ഏതിൽ ഉപയോഗിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിൽ. രണ്ടാമത്തെ പാസ്റ്റ് സിമ്പിളിൽ ഉപയോഗിക്കും. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ടു യു. ഐ ഗിവ് യു വൺ മോർ എക്സാമ്പിൾ. Rain had started before they reached home. Had started, reached, had the rain had started before they reached home. About here, what we mean? എന്താ മനസ്സിലാക്കുന്നത്? The rain had started, ആരംഭിക്കുകയുണ്ടായി before they reached home. അവർ വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഭൂതകാലത്തിൽ ആണ് നടന്നത്. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ മഴ തുടങ്ങിയതാണ്. But the rain had started before they reached home. Take down. See. See, the rain started. ഇത് കറക്റ്റ് ദ ഫോളോയിങ് എഡിറ്റിങ്ങിനൊക്കെ ചോദിക്കുന്നതാണ്. റിമെമ്പർ ദിസ്. എഡിറ്റിങ്ങിന് വേണ്ടി ചോദിക്കാം. The rain started before they reached home. See, in this sentence, do you find any mistake? And according to the tense, it is wrong. According to the tense form, it is the sentence is wrong. For correction, you can expect the rain started and had started.
പാസ്റ്റ് പെർഫെക്റ്റ് വേണം. The rain had started before they reached home. അവിടെ had started. Simple past cannot be used because the first action has been done, that is started. Rain started ആണ്. അത് that should be used in past perfect. Second action reached, that is past simple. That is okay. ആദ്യത്തെ പാർട്ടിലാണ് മിസ്റ്റേക്ക്. ഇതൊക്കെ യു ഷുഡ് നോട്ട് ഡൗൺ. ഇതൊക്കെ എഴുതി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, കറക്റ്റ് ഫോളോയിങ്ങിനും ചോദിക്കും. അതുകൊണ്ട് നോട്ട് ദിസ് പോയിന്റ്. അപ്പോൾ ദിസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് ഓവർ, കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദാറ്റ് വിൽ ബി ടോട്ട് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.